ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഓടിച്ചു കയറ്റിയ തലബ് അൽ അബ്ദുൾ മൊഹ്സിന് തീവ്രവാദ മനോഭാവമെന്ന് സൗദി. ഇക്കാര്യങ്ങൾ പലതവണ സൂചനയായി ജർമ്മൻ ഗവൺമെന്റിനെ അറിയിച്ചിരുന്നുവെന്നും സൗദി പറഞ്ഞു. ജർമ്മനിയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയതായും സൗദി ചൂണ്ടിക്കാട്ടി. 2006 മുതൽ ജർമ്മനിയിൽ കഴിയുന്നയാളാണ് തലബ് അൽ അബ്ദുൾ മൊഹ്സിൻ. തുടർച്ചയായി സൗദി വിരുദ്ധ നിലപാടുകൾ പ്രചരിപ്പിക്കുകയും സൗദി അറേബ്യയിൽ നിന്ന് കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. 2016 ജർമ്മനി ഇയാൾക്ക് രാഷ്ട്രീയ അഭയം നൽകിയത്. 2006 മുതൽ അവിടെ കഴിയുകയാണ് മനോരോഗ ചികിത്സാ വിദഗ്ധനായ തലബ് അൽ അബ്ദുൾ മൊഹ്സിൻ. തീവ്ര നിലപാടുകളുടെ പ്രചരണത്തിനായി സമൂഹ മാധ്യമ കൂട്ടായ്മകളും ഇയാൾ നിലനിർത്തിയിരുന്നു. അതിക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക കേസൊന്നും ഇയാൾക്കെതിരെ ഇല്ല. എങ്കിലും തീവ്ര നിലപാടുകൾ സംബന്ധിച്ച് ജർമ്മനിയിലെ ഇന്റലിജൻസ് വിഭാഗത്തെ 3 തവണയും വിദേശകാര്യ മന്ത്രാലയത്തെ 1 തവണയും സൗദി കാര്യങ്ങൾ ബോധിപ്പിച്ചു. മുന്നറിയിപ്പുകളെ ജർമ്മനി അവഗണിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് സൗദി പറയുന്നു. 2 ദിവസം മുൻപാണ് ഇയാൾ മഗ്ഡബർഗിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഓടിച്ചു കയറ്റിയത്. 200ഓളം പേർക്ക് പരിക്കേൽക്കുകയും 5 പേർ മരിക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ 7 ഭാരതീയരും ഉൾപ്പെടുന്നു. പോലീസ് പിടികൂടിയ അൽ അബ്ദുൾ മൊഹ്സിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.